വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ അവശേഷിക്കുന്ന 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തർക്കമുള്ള ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. സാമുദായിക സമവാക്യം ഉറപ്പാക്കുന്നതിൽ ഉടക്കിയാണ് പ്രഖ്യാപനം നീളുന്നത്. വടകരയിൽ കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നതിനാൽ വിദ്യാ ബാലകൃഷ്ണന്റെ സാധ്യത മങ്ങിയേക്കും. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, സാമുദായിക സമവാക്യങ്ങളിൽ തട്ടി 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയുണ്ടോ? ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും നടക്കുമോ? ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ ചർച്ചകൾക്ക് ശേഷം നേതാക്കൾ തന്നെയാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് നാളെ വൈകിട്ടോടെ, അതായത് ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ നടന്ന ചർച്ചയിൽ 16 സീറ്റുകളിൽ 12 സീറ്റുകളിലാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. വടകര, വയനാട്, ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല യോഗത്തിൽ. ഇതിന് വിഘാതമായത് ഹൈക്കമാൻഡിന്റെ നിലപാട് തന്നെയാണ്. കൃത്യമായ സാമുദായിക സമവാക്യം ഉറപ്പിച്ചുകൊണ്ടുള്ള പട്ടിക വേണം കേരളത്തിലെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ഈഴവ വിഭാഗങ്ങൾ അടക്കമുള്ളവർക്ക് മതിയായ പ്രാതിനിധ്യം വേണം. കഴിഞ്ഞ തവണ നൽകിയ അത്രയും പ്രാതിനിധ്യമില്ലെങ്കിലും ഒരു സീറ്റിന്റെ ഒക്കെ കുറവ് വന്നാലും കുഴപ്പമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ ആകാതെ പോയിരുന്നത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വളരെ നാളുകളായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരാണ് പറഞ്ഞു കേട്ടിരുന്നത്. വടകരയിൽ നേരത്തെ ഒരു കരുത്തരായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും ഏറ്റവും അവസാന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വിദ്യാ ബാലകൃഷ്ണന്റെ പേരാണ് പരിഗണിക്കപ്പെട്ടത്. വയനാടാകട്ടെ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് വേദിയായ ഒരു മണ്ഡലം കൂടിയാണ്. ടി.സിസിക്കിന് വയനാട് മണ്ഡലം നൽകണമെന്ന നിലപാടിൽ എ ഗ്രൂപ്പ് ഉറച്ചു നിന്നു. അതേസമയം AK ആന്റണി ആകട്ടെ PV പ്രകാശിനെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ എവിടെയൊക്കെ ഈഴവ സ്ഥാനാർത്ഥികൾ വേണം എന്നതിനനുസരിച്ചിരിക്കും ഇന്നത്തെ അന്തിമമായ തീരുമാനം. അങ്ങനെ മതിയായ സാമുദായിക പ്രാതിനിധ്യത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അടൂർ പ്രകാശിനെ ആറ്റിങ്ങിൽ നിന്നും ആലപ്പുഴയിലേക്ക് മാറ്റുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഷാനിമോൾ ഉസ്മാനെ ആലപ്പുഴയിൽ നിന്നും ആറ്റിങ്ങിലേക്ക് മാറ്റി നിർത്താനുള്ള തീരുമാനമാകും. ടി.സിസിക്ക് തന്നെ വയനാട് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. എ ഗ്രൂപ്പ് വളരെ ശക്തമായി ഈ വാദം ഉന്നയിക്കുന്നു. ഇന്നലെ വന്ന പട്ടികയിൽ ഇടുക്കി മണ്ഡലം എ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ട്, ഡീൻ കുര്യാക്കോസിന്. അതുകൊണ്ട് ഐ ഗ്രൂപ്പ് അതിൽ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന കാര്യത്തെ അനുസരിച്ചായിരിക്കും അന്തിമമായ തീരുമാനം. വടകരയിൽ ഇനി ഒടുവിൽ മുല്ലപ്പള്ളിയുടെ പേര് തന്നെ വീണ്ടും പറഞ്ഞു കേൾക്കുമോ? മുല്ലപ്പള്ളി മത്സരരംഗത്തില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും കൂടുതൽ കരുത്തുറ്റ രാഷ്ട്രീയ മുഖം ഈ പോരാട്ടത്തിന് നൽകാൻ കഴിയുന്ന നേതാവ് എന്നതായിരിക്കും പരിഗണന. ശരി ഉണ്ണി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ലെന്ന് ഉമ്മൻചാണ്ടി. സ്ഥാനാർത്ഥി നിർണയം ഇന്ന് പൂർത്തിയാകും. കാസർഗോഡേത് പ്രാദേശിക തർക്കം മാത്രമാണെന്നും ഉമ്മൻചാണ്ടി കോട്ടയത്ത് പറഞ്ഞു. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരളത്തിലെ ഒരു ലിസ്റ്റ് 4 സീറ്റ് ഒഴിച്ചിടുന്നത്. അത്രയും വലിയ തർക്കം ഇപ്പൊ എന്താണ്? ഒരു തർക്കവും ഇല്ല. ഇന്നലെ 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികള് അവര് ജനമധ്യത്തിൽ അംഗീകാരമുള്ളവരും പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയുള്ളവരും ഒക്കെ ആയിട്ടുള്ള നല്ല ലിസ്റ്റ് പ്രഖ്യാപിച്ചു. ഇനി 4 സീറ്റിന്റെ പ്രഖ്യാപിക്കാനുണ്ട്. അത് ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. ഈ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കാസർഗോഡൊക്കെ ഉള്ള ഒരു പ്രതിഷേധം വരുന്നുണ്ട്. ഈ പ്രാദേശിക നേതാവിനെ ഉൾപ്പെടുത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെങ്ങനെയാണ് കാണുന്നത് സാർ? അതൊക്കെ കാര്യമായിട്ടുള്ള ഒരു എതിർപ്പും ഉണ്ടാവില്ല. ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടി ഒത്തിരി കാര്യങ്ങൾ വരും. അത് മുഴുവൻ വിശ്വസിക്കരുത്. അതിപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. കാരണം ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്നും പറഞ്ഞ് എന്തുമാത്രം വാർത്ത വന്നു, വല്ലതും നടന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കും. ഒരു പ്രശ്നവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയമായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് KV തോമസ് ഇത്രയും വലിയ ഞെട്ടൽ രേഖപ്പെടുത്തിയത്. എല്ലാവരും KV തോമസ് വലിയ രീതിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി മാധ്യമങ്ങളെല്ലാം ലൈവ് കൊടുക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തില്ല, അദ്ദേഹത്തോട് പറഞ്ഞില്ല, അദ്ദേഹത്തോട് ഒന്ന് പറയാമായിരുന്നു. ഇത്രയും മുതിർന്ന ഒരു നേതാവിനെ ഇങ്ങനെ അവഹേളിക്കണമായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ എങ്ങനെയാണ് കാണുന്നത്? KV തോമസ് വളരെ മുതിർന്ന നേതാവാണ്. കോൺഗ്രസിന് എന്നും സഹായിയായി നിന്നിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പാർട്ടിക്ക് പ്രയോജനകരമായ പ്രവർത്തന രംഗത്തുണ്ടാകും. തീരുമാനം എടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പൊസിഷന്റെ കാര്യത്തിലോ? അല്ല, അങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുത്ത് അന്നേരം നിങ്ങളെ അറിയിക്കത്തില്ലേ? ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള യുവാക്കൾ ഇടം പിടിച്ച പട്ടികയാണ് ഇന്നലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MP-യായ KV തോമസിന്റെ സീറ്റ് നിഷേധം അപ്രതീക്ഷിതമായിരുന്നു. പ്രതീക്ഷകൾ തെറ്റിച്ച് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ എതിർപ്പുമായി ഒരു വിഭാഗം പ്രവർത്തകരും രംഗത്ത് വന്നു. സിറ്റിംഗ് MP-മാരിൽ KV തോമസിനൊഴികെ മറ്റെല്ലാവർക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞു.
തിരുവനന്തപുരത്ത് ശശി തരൂരും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും കോഴിക്കോട് MK രാഘവനും വീണ്ടും അംഗത്തിനിറങ്ങും. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഡീൻ കുര്യാക്കോസിനെ തന്നെയാണ് മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. ഹൈബി ഈഡൻ MLA എറണാകുളത്ത് മത്സരിക്കും. തൃശൂരിൽ TN പ്രതാപനും ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും പാലക്കാട് VK ശ്രീകണ്ഠനും മത്സരത്തിനിറങ്ങും. ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസാണ് ഇന്നലെ പുറത്തുവന്ന പട്ടികയിൽ ഇടം പിടിച്ച ഏക വനിതാ സ്ഥാനാർത്ഥി. മുൻ MP K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. കാസർഗോഡ് അവസാനം വരെ പറഞ്ഞു കേട്ട B സുബ്ബയ്യറയെ തള്ളി രാജ്മോഹൻ ഉണ്ണിത്താനാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളിൽ പലരും പ്രചാരണം ആരംഭിച്ചിരുന്നു. പത്തനംതിട്ട ഉൾപ്പെടെ ആശയക്കുഴപ്പം നിലനിന്നിരുന്ന ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതോടെ ഇനി UDF പ്രചാരണം ശക്തമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറി. പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥിയെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. DCC പ്രസിഡന്റിനെതിരെയും പ്രതിഷേധമുണ്ടായി. സുബ്ബയ്യ റൈയെ തഴഞ്ഞതിൽ മുസ്ലിം ലീഗിനും അമർഷമുണ്ട്. ഭാഷാ ന്യൂനപക്ഷ മേഖലയായ മഞ്ചേശ്വരത്ത് നിന്നുള്ള നേതാവ് സുബ്ബയ്യ റൈക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് അമർഷമുണ്ട്. തീരുമാനം വന്നയുടൻ DCC ഓഫീസിലുണ്ടായിരുന്ന ഭാരവാഹികളടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നു. സുബ്ബയ്യറയ്ക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ DCC പ്രസിഡന്റാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നമുക്കൊരു ബേജാറെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാസർഗോഡിന്റെ ലോക്കൽ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ്. പക്ഷേ ഇത് നമ്മൾ ഈ കാസർഗോഡുകാർ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് പറയാം അത്രയും. UDF ജില്ലാ ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ MC കമറുദ്ദീനും കാസർഗോഡ് MLA NA നെല്ലിക്കുന്നും ഉൾപ്പെടെയുള്ളവർ വൈകിട്ട് മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാത്ത് DCC ഓഫീസിലുണ്ടായിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നതോടെ സുബ്ബയ്യറയും ലീഗ് നേതാക്കളും അടങ്ങുന്ന UDF പ്രവർത്തകർ ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി. രാജ്മോഹൻ ഉണ്ണിത്താനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് DCC ഭാരവാഹികളടക്കം രാജിവെക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധമുന്നയിച്ച സിറ്റിംഗ് MP KV തോമസിനെ അണിനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ശ്രമം. ഇന്ന് സോണിയാഗാന്ധി KV തോമസിനെ കണ്ടേക്കും. ഒഴിവാക്കിയതിൽ കടുത്ത ദുഃഖമുണ്ടെന്നും അയോഗ്യത എന്താണ് എന്ന് പാർട്ടി പറയണമെന്നും KV തോമസ് പ്രതികരിച്ചു. പ്രചാരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും KV തോമസ് ഒപ്പമുണ്ടാകുമെന്നായിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ പ്രതികരണം. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 12 എണ്ണത്തിൽ തീരുമാനമായപ്പോൾ എറണാകുളത്തെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. അവസാന നിമിഷം വരെ സാധ്യത കൽപ്പിച്ചിരുന്ന KV തോമസിന് അത് ഞെട്ടലുണ്ടാക്കി. സൂചന പോലും ഇല്ലാതെ ഒഴിവാക്കിയെന്നും പ്രതിഷേധമുണ്ടെന്നും ആയിരുന്നു പ്രതികരണം. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കാണാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖകരമായ ഒരു ദിവസമാണിത്. കാരണം എന്നോട് ആരും ഒരു ചെറിയ സിഗ്നൽ പോലും എന്നോട് പറഞ്ഞു. സീറ്റ് നിഷേധിക്കാൻ കാരണം ഗ്രൂപ്പില്ലാത്തതാണ്. ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി തീരുമാനം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പാർട്ടിക്ക് വേണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമെന്നും KV തോമസ് പറഞ്ഞു. അത് പാർട്ടിയല്ലേ തീരുമാനം എടുത്തിരിക്കുന്നത്. അതെന്ത് വേണം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഷോക്ക്ഡാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് അല്ല അതൊന്നും ഇപ്പം എന്നോട് ചോദിച്ചാൽ നിങ്ങളാണെ പറയൂ. എൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് പറയത്തില്ലല്ലോ. നമ്മുടെ ഭാവി നമ്മുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമായിരിക്കും. കൃത്യമായ ആശയവിനിമയം ഇല്ലാത്തതാണ് പരാതിക്ക് കാരണമെന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. എല്ലാ ഘട്ടത്തിലും KV തോമസ് ഒപ്പമുണ്ടാകും. അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചാകും മണ്ഡലത്തിലെ പ്രവർത്തനമെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശംസകളോടുകൂടി തന്നെയാണ്, അദ്ദേഹത്തിന്റെ പരിപൂർണമായ അദ്ദേഹത്തിന്റെ ഗൈഡൻസിലായിരിക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം KV തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശ്രമം ആരംഭിച്ചു. AICC സെക്രട്ടറി മുകുൾ വാസനിക് KV തോമസുമായി സംസാരിച്ചു. ഇന്ന് സോണിയാഗാന്ധിയെ KV തോമസ് കാണും. അഹമ്മദ് പട്ടേലും കൂടിക്കാഴ്ച നടത്തും. സീറ്റ് നിഷേധിച്ച സാഹചര്യം വിശദീകരിച്ച് തോമസിനെ അനുനയിപ്പിക്കാനാണ് നീക്കം. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് 18 ഡൽഹി. പ്രഖ്യാപിച്ച മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രതികരണം ഇങ്ങനെ. എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ജനാധിപത്യ മുന്നണിയുടെയും ഒരു ശക്തി ദുർഗമായിരുന്നു ചാലക്കുടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യമായ സാഹചര്യത്തിൽ ചാലക്കുടി നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ചാലക്കുടിയെ തിരിച്ചു പിടിക്കുക എന്ന ദൗത്യമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും ജനാധിപത്യ മുന്നണി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ ദൗത്യം.
ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്ന ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയുടെ ദേശീയ മൂല്യങ്ങളെയും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ ശക്തിയിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുക എന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ആ ദൗത്യം നിറവേറ്റുന്നതിൽ ഒരു സ്ഥാനാർത്ഥിയായി മാറി ജനവിധി തേടുന്നതിനുള്ള അഭിമാനം എനിക്കുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. എൻ്റെ തീരുമാനം ഞാൻ അംഗീകരിച്ചു. ഞാൻ സ്ഥാനാർത്ഥിയായ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലേ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചും കളത്തിൽ ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വളരെ അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ UDFന് അനുകൂലം എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. കേരളത്തിലെ ഭരണവും ഡൽഹിയിലെ ഭരണവും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ BJPയുടെയും CPMൻ്റെയും നയങ്ങളും അതൊക്കെ ജനം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറും. എറണാകുളം മണ്ഡലത്തിൽ UDF വിജയം തുടരുമെന്ന് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒട്ടും വൈകിട്ടില്ല എന്നും സിറ്റിംഗ് MP ആയിരുന്ന പ്രൊഫസർ KV തോമസ് കോൺഗ്രസ് നേതൃത്വ തീരുമാനം ഉൾക്കൊള്ളുമെന്നും ഹൈബി പറഞ്ഞു. ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ എറണാകുളം മണ്ഡലത്തിലൊടുവിൽ UDF സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നു. ഹൈബി ഈഡൻ എറണാകുളം നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ഹൈബി ഈഡനാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം ഒരു അനിശ്ചിതത്വം നീണ്ടു. ഏതാണ്ട് ഒരു 20-20 ഓവർ ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശം നിറഞ്ഞ രീതിയിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോയത്. കൂടുതൽ ചർച്ചയാകാനുള്ള കാരണം തോമസ് മാഷ് ഇവിടുത്തെ സിറ്റിംഗ് MP എന്നുള്ള രീതിയിലാണ്. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും അത് കൃത്യമായി ആ ഒരു മെസ്സേജ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തോമസ് മാഷിന്റെ പ്രവർത്തനങ്ങൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യതകൾ എത്രമാത്രം ആണ് കൽപ്പിക്കുന്നത്? അല്ല, ഈ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പദ്ധതികൾ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ, ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ MP ഫണ്ട് വിനിയോഗിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, അദ്ദേഹത്തിന്റെ വിദ്യാധനം ട്രസ്റ്റിന്റെ പ്രോഗ്രാമുകൾ എല്ലാം വളരെ ശ്രദ്ധേയമായ പദ്ധതികളാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു പാർലമെന്റേറിയന്റെ ഷൂസിൽ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ച് കൂടിയാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ. ദേശീയ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത് എന്നും എതിർ സ്ഥാനാർത്ഥികളെ വിലകുറിച്ച് കാണുന്നില്ല എന്നും പ്രതാപൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നമ്മോടൊപ്പം ചേരുകയാണ്. പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണോ കാണുന്നത്? ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് പ്രതീക്ഷിച്ച ആളല്ല. ഇത് പാർട്ടി എനിക്ക് നൽകിയ ഒരു വലിയ ഗിഫ്റ്റാണ്. കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ്, വളരെ സാധാരണക്കാരനായ ഒരാളാണ്. വളരെ താഴെ ലെവലിൽ നിന്ന് വന്നതാണ്. അത് വ്യക്തിജീവിതമായാലും കുടുംബജീവിതമായാലും അങ്ങനെ വന്ന ആളാണ്. ഞാൻ ബൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റും സ്കൂൾ ലീഡറും അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് താഴെ നിന്ന് വന്ന ഒരാളാണ്. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലത്തിൽ UDFനുള്ളത്? ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുന്ന ഒരു ജനതയാണ് തൃശ്ശൂർ ജന. ഭയങ്കര സെക്കുലറാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. LDF നേരത്തെ പ്രചാരണം തുടങ്ങിയത് പ്രശ്നമല്ല, അതിനെ മറികടക്കാൻ കഴിയുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പാലക്കാട് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ചേരുന്നു. എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നതാണ് അങ്ങയുടെ സ്ഥാനാർത്ഥി? നല്ല ആത്മവിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ എല്ലാ ഒരുക്കങ്ങളും ആദ്യമായിട്ടൊരു പക്ഷേ പൂർത്തിയാക്കിയത് ഇപ്പോഴാണ്. പാലക്കാട് ജില്ല, പാലക്കാട് ലോക്സഭ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ പാലക്കാടും ആലത്തൂരും പൊന്നാനിയിലെ തൃത്താല ഉൾപ്പെടുന്ന ഈ ജില്ല പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കി. UDF സംവിധാനം ഒറ്റക്കെട്ടാണ്. കോൺഗ്രസ് വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നടത്തിയിരിക്കുകയാണ്. ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട രമ്യ ഹരിദാസും വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു. UDFന്റെ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്തു തോന്നുന്നു? വലിയൊരു അംഗീകാരം തന്നെയാണ് പാർട്ടി ഈ ഒരു അവസരത്തിൽ തന്നിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും പാർട്ടി പരിഗണിച്ച ഒരു വ്യക്തിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ ഈ പാർട്ടിയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളെല്ലാം പാർട്ടി എന്നും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ആ രീതിയിൽ എന്നെ അംഗീകരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പം പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് ഇത് വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞിരുന്നത്. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി BJP ദേശീയ നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നും തുടരും.
ഏപ്രിൽ 11 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള 91 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം രാത്രി വൈകിയാണ് സമാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയും സമിതിയുടെ പരിഗണനയ്ക്ക് വന്നു. എന്നാൽ BDJS-ഉമായുള്ള അന്തിമ ധാരണയ്ക്ക് ശേഷമേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകൂ. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ഡൽഹിയിലെത്തും. അമിത്ഷായുമായും BJP കേന്ദ്ര നേതൃത്വവുമായും ചർച്ച നടത്തും. തൃശൂരിൽ മത്സരിക്കണമെന്നാണ് ആവശ്യമെങ്കിലും മത്സരത്തിനില്ലെന്ന് തുഷാർ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുഷാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമാണ് അന്തിമ തീരുമാനമായത്. പത്തനംതിട്ടയിൽ PA ശ്രീധരൻപിള്ളയ്ക്കാണ് സാധ്യത. അൽഫോൺസ് കണ്ണന്താനത്തെ എറണാകുളത്ത് പരിഗണിക്കുന്നുണ്ട്. BDJS നിലപാടുകൂടി അനുസരിച്ചായിരിക്കും മറ്റു മണ്ഡലങ്ങളിൽ തീരുമാനമെടുക്കുക. ന്യൂസ് 18 ഡൽഹി. ഗോവയിൽ സർക്കാർ ഉണ്ടാക്കാൻ വീണ്ടും അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ്. BJP MLA-യുടെ മരണത്തെ തുടർന്ന് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി എന്നും സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ വാദം. ആവശ്യമുന്നയിച്ച് ഗവർണർക്ക് കോൺഗ്രസ് കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് ചന്ദ്രകാന്ത് കൽവേക്കറാണ് ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്ത് നൽകിയത്. BJP MLA ഫ്രാൻസിസ് ഡിസൂസ മരിച്ചതിനെ തുടർന്നാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് SP ഷാജി സുഗുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. 30 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് DGPയുടെ നിർദ്ദേശം. പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. സംഘടനയുടെ ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ തട്ടിയെടുത്തു എന്നാണ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിബി മുഖേഷിന്റെ പരാതിയിൽ പറയുന്നത്. വ്യാഴാഴ്ചയാണ് സിബി മുഖേഷ് DGPക്ക് പരാതി നൽകിയത്. ന്യൂസിലാൻഡ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മലയാളി ആൻസിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടങ്ങി. കാണാതായ 6 ഇന്ത്യക്കാരിൽ 5 പേർ മരിച്ചതായി ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സ്ഥിരീകരിച്ചു. വെടിവെപ്പിൽ മരണം 50ആയി. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് നഗരത്തിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അൻസി അലിബാവയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ബന്ധുക്കളും സർക്കാരും തുടരുകയാണ്. അൻസിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഭർത്താവ് അബ്ദുൾ നാസറും പ്രവാസി സംഘടനാ പ്രതിനിധികളും ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണമായതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നാണ് സൂചന. ശനി ഞായർ ദിവസങ്ങളിൽ അവധിയായതിനാൽ നാളെ മാത്രമേ ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകൂ. കൊല്ലപ്പെട്ടവരിൽ അധികവും വിദേശികളായതിനാൽ അതത് രാജ്യങ്ങളിലെ എംബസികളുമായി ന്യൂസിലൻഡ് വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വെടിവെപ്പിൽ കാണാതായ 6 പേരിൽ 5 പേരും മരിച്ചതായി ന്യൂസിലൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ട്വിറ്ററിൽ അറിയിച്ചു. മെഹബൂബ് ഖൊഹാർ, റമീസ് ഓറ, സഹോദരൻ ആസിഫ് വോറ, ഒസൈർ ഖാദിർ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റ് ഇന്ത്യക്കാർ. വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി ഇന്നലെ മരിച്ചു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50ആയി. വെടിവെപ്പ് നടത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ബ്രെൻ ടൊറാന്റ് ഒറ്റയ്ക്കാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. 4.5 പതിറ്റാണ്ടിൽ അധികമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടം പിടിക്കുകയും എന്നാൽ എങ്ങും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് ആലപ്പുഴയിൽ. ആലപ്പുഴ കായംകുളം കൂട്ടുവാതിൽക്കൽ പാലം. സംസ്ഥാന ബജറ്റിൽ 50 കോടി രൂപ നീക്കിവെച്ചെങ്കിലും പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. പാലമില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന തീരുമാനത്തിലാണ് പ്രദേശവാസി. 1976 മുതൽ കായംകുളത്തുകാരുടെ സ്വപ്നങ്ങളിൽ ഈ പാലമുണ്ട്. കായംകുളം കായലിന് കുറുകെയുള്ള കൂട്ടുവാതിൽക്കൽ പാലം. 2010 പദ്ധതിക്കായി 32 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുവെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചതാണ്. പിന്നീട് ധനമന്ത്രി തോമസ് ഐസക് തുക വർദ്ധിപ്പിച്ച് 50 കോടിയാക്കി. അപ്രോച്ച് റോഡിന് നിർമ്മാണാനുമതി അടക്കം ലഭിച്ചതിനു ശേഷം പക്ഷേ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ MLA ചെയ്ത പണി എന്ന് പറയുന്നത് ഈ പാലത്തിന് പകരമായി കായംകുളം ടൗണിൽ ഗതാഗത സൗകര്യം ഏറെയുള്ള സ്ഥലത്ത് മാറിക്കൊടുക്കുവാൻ വേണ്ടി MLA എഴുതി കൊടുത്തിരിക്കുന്നു 6 പാലം ഈ കൂട്ടുമാതക്കക്കടവ് പാലത്തിനെതിരായി. അപ്പോൾ ഇപ്പോൾ പറയുന്ന വാദഗതി എന്താണ്? ഈ പാലം നഷ്ടമാണെന്നാണ് പറയുന്നത്. പാലം നഷ്ടമാണെങ്കിൽ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും നോക്കിയല്ല. നഷ്ടമാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. ഹരിപ്പാട്, കരുനാഗപ്പള്ളി, കായംകുളം മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിക്കുന്നത് നഷ്ടമാണെന്നാണ് പുതിയ വാദം. പ്രതിദിനം 3000 പേരെങ്കിലും യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതി ലാഭത്തിലാകൂ എന്നും പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു.
സാധ്യതാ പഠനങ്ങൾ നടത്താതെയാണോ പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ജനങ്ങളുടെ ചോദ്യം. വെള്ളം വളരെ കുറവാണ്, സൗകര്യങ്ങളില്ല, യാത്ര ചെയ്യാനും ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ആളുകൾ പലരും തിരിച്ചു പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടല്ലൂരുള്ളവർക്ക് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ വരാൻ, ദേവികുളങ്ങര പഞ്ചായത്തിൽ വരാനും ഇത്രയും ചുറ്റിക്കറങ്ങി വേണം 10-20 കിലോമീറ്റർ ഓട്ടോയിലും സ്കൂട്ടറിലും എല്ലാം കയറിയാണ് വരേണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലമില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധത്തിനാണ് പ്രദേശവാസികൾ തയ്യാറെടുക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ഇനി നാട്ടുവർത്തമാനവുമായി ആര്യ എത്തും. നമസ്കാരം.